എന്റെ കൂട്ടുകാരെ, അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ റവാ ദോശ. അതിനുവേണ്ടി 2 സവാള ചോപ്പിംഗ് മെഷീനിൽ ഇട്ടുകൊണ്ട് കറിവേപ്പില കൊറിയണ്ടർ നന്നായി ചോപ്പ് ചെയ്യുക. 1 ഗ്ലാസ് റവയ്ക്ക് 1 ഗ്ലാസ് അരിപ്പൊടി എടുത്ത് വെക്കുക. ചോപ്പ് ചെയ്ത സവാള വെള്ളം കൂടി ചേർത്ത് നമ്മുടെ അരിപ്പൊടി റവ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് 1 ടീസ്പൂണ് വെള്ള എള്ള്, കുരുമുളക് പൊടി, ജീരകപ്പൊടി, കായപ്പൊടി, ജീരകം, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതുപോലെ ഇടുക. അപ്പൊ കുറച്ചും കൂടി വെള്ളം വേണം, നല്ല വെള്ളത്തിൽ ഇരിക്കണം. ഇനി നമുക്ക് ഇതോടെ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തൊരു ചട്ടിയിലോട്ട് സവാള, തക്കാളി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിയില, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഉണക്കമുളക്, കായത്തിന്റെ പൊടി ഇതെല്ലാം ചേർത്ത് നമുക്ക് നന്നായി വാട്ടിയെടുക്കാം. അടിപിടിക്കാത്ത രീതിയിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വാട്ടിയെടുക്കാം. ഈ സമയം നമ്മുടെ റവാ ദോശയ്ക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നന്നായി ഇളക്കിയതിന് ശേഷം ഒരു കയ്യിൽ റവാ ദോശ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികളൊക്കെ വെറുതെ കഴിക്കും, അത്രയ്ക്കും ടേസ്റ്റാണ്. ഈ സമയം നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വേണം റവാ ദോശ ചുട്ടെടുക്കാനായിട്ട്. കാരണം വെള്ളം മാതിരിയല്ല, അപ്പൊ ആ വെള്ളം വറ്റണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അത് കുറച്ച് വെന്ത് കഴിയുമ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റവാ ദോശ റെഡി ആയിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിൽ ഞാൻ ചട്നി അരച്ച് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ റവാ ദോശയും ചട്നിയും കൂടി ഒരു പിടി പിടിച്ചാലോ മക്കളെ. അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റും അല്ലെങ്കിൽ ഡിന്നർ ആയിട്ട് എങ്ങനെയായാലും യൂസ് ചെയ്യാം. കുട്ടികൾക്ക് ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പൊ ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അപ്പൊ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണം. സപ്പോർട്ട് ഉണ്ടായാൽ മാത്രം പോരാ, ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കുക, കാണാ വീഡിയോകളൊക്കെ. അപ്പൊ സപ്പോർട്ട് ചെയ്യില്ലേ? ബൈ ബൈ ഫ്രണ്ട്സ്.